കള്ളാടി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരോട് സർക്കാരിന്റെ ക്രൂരത. ക്യാമ്പിൽ കഴിയുന്നവർക്ക് താൽക്കാലിക ധനസഹായം ഇതുവരെ നൽകിയില്ല. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ നിന്നും ക്യാമ്പിലുള്ളവരെ പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഒരു പൈസ കൊടുത്തിട്ടില്ല. നമുക്ക് 2-3 ദിവസം ലീവാക്കിക്കിന്. ഇതിന് പൈസന്റെ കാര്യം ഒന്നും സർക്കാർ വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ജോലിയില്ല, 3 ദിവസം ജോലിയില്ലാണ്ട് ഇവിടെ ഒന്ന് ഇരിക്കുന്നുണ്ട്. ഇന്ന് 4ാമത്തെ ദിവസമായി. അതൊക്കെ കിട്ടിയിട്ടില്ല. പൈസ ഇല്ല. വെറുതെ വന്ന പറഞ്ഞാണ്. ഇല്ല, കിട്ടിയില്ല. പൈസ ഇല്ല. ഞങ്ങൾ അങ്ങനെ വന്നവരല്ല, പണി കഴിഞ്ഞിട്ട് അങ്ങനെ വന്നവരല്ല. തന്നില്ല. ആവശ്യപ്പെട്ടിരുന്നോ എന്തെങ്കിലും തരണം എന്നുള്ള കാര്യം? ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. നമ്മൾ നമ്പർമാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ ഞങ്ങൾ നോക്കി ശരിയാക്കാൻ പറഞ്ഞു. ഇവിടെ നമ്പർമാരുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നോക്കി സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ തുടരുന്നത്. സർക്കാരിന്റെ ക്രൂരത തുടരുകയാണ്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് താൽക്കാലിക ധനസഹായം അടക്കം ഇതുവരെ നൽകിയിട്ടില്ല. അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ നിന്നും ക്യാമ്പിലുള്ള ജനങ്ങളെ അടക്കം പഞ്ചായത്ത് പ്രസിഡന്റ് തടയുന്ന ഒരു സാഹചര്യമാണ് സംഭവ സ്ഥലത്ത് നിന്നും ഉണ്ടായത്. വിവരങ്ങളുമായി ജോഷല കൂടി ചേരുന്നു. ജോഷല, ഈ ദയനീയ സാഹചര്യം, ആ ക്യാമ്പുകളിലെ അടക്കം സാഹചര്യം ഇന്നലെ അടക്കം കൈരളി ന്യൂസും പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ധനസഹായം അടക്കം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് തുടരുന്നത്. വിശദാംശങ്ങൾ. ഉമ, നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ച ഒരു കാര്യമാണ്. ഇന്ന് ഞങ്ങൾ ക്യാമ്പിലേക്ക് പോയി. അല്പസമയം മുമ്പാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയത്. അവിടെ നിന്നും ആളുകൾ ഇറങ്ങി വന്ന് ഞങ്ങളോട് അടിയന്തര ധനസഹായം പോലും നൽകാൻ സർക്കാർ തയ്യാറായില്ലെന്നും തൊഴിലില്ലെന്നും 3 ദിവസമായി തൊഴിലില്ലാതെ കഴിയുകയാണെന്നും അവർ ഞങ്ങളോട് പറയുകയുണ്ടായി. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് റംല അടക്കം ഇറങ്ങി വന്നുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് അവരോട് പുറത്തുനിന്ന് അവരോട് ഞങ്ങൾക്ക് ബൈറ്റ് തരുന്ന സമയത്താണ് അവരോട് പറഞ്ഞത്, കലക്ടർ വരുന്നുണ്ട്, നിങ്ങൾ എന്താണ് പുറത്തിറങ്ങി നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ജയിലിൽ പിടിച്ചിട്ട അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ അന്തേവാസികൾ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ആളുകളുടെ, അതായത് ക്യാമ്പ് നടത്തുന്ന ആളുകൾ പറയുന്നതിനനുസരിച്ച് അവർ നിൽക്കണം എന്നുള്ള രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നാണ് ഞങ്ങളോട് വസ്ത്രങ്ങളില്ലെന്നും 3 ദിവസമായി വസ്ത്രങ്ങൾ പോലും മാറാതെയാണ് നിൽക്കുന്നതെന്നും ചെളിപുരണ്ട വസ്ത്രങ്ങളുമായാണ് നിൽക്കുന്നതെന്നും ബ്രഷോ പേസ്റ്റോ സോപ്പോ ഒന്നും ലഭിച്ചില്ലെന്നും കുളിക്കാൻ പോലും സാധിച്ചിട്ടില്ലെന്നുമുള്ള കാര്യം പറഞ്ഞത്. ഇത് ഞങ്ങളോട് പങ്കുവയ്ക്കുകയും വാർത്ത പുറത്തുവിടുകയും ചെയ്ത സാഹചര്യത്തിൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ തന്നെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്ന് അല്പസമയം മുമ്പ് ഞങ്ങളോട് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ വ്യക്തമാക്കുകയുണ്ടായി. ആ സമയത്ത് വാർത്ത പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഇതൊക്കെ തന്നെ അവർക്ക് ക്യാമ്പുകളിൽ നൽകിയത്. 3 ദിവസമായി ക്യാമ്പിൽ നിന്നതിന് ശേഷമാണ് ഇതൊക്കെ തന്നെ നൽകിയത് എന്നുള്ളതാണ്. അതിനുശേഷം ഇന്ന് ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് ഞങ്ങൾ അവരോട് നേരിട്ട് ബൈറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് വലിയ പ്രശ്നങ്ങളോടെ UDFന്റെ അവിടുത്തെ ജനപ്രതിനിധികളടക്കം വളരെ മോശമായ രീതിയിൽ ഞങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. വളരെ മോശമായ ഭാഷയും പ്രയോഗിക്കുന്ന അവസ്ഥയുണ്ടായി. നിങ്ങൾ വന്നാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, സർക്കാരിനറിയാം ധനസഹായം കൊടുക്കാൻ സർക്കാരിനറിയാം, നിങ്ങളാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ വാർത്ത കൊടുക്കുന്ന ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ക്യാമ്പിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഞങ്ങൾക്ക് ക്യാമ്പിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയേറെ സഹിച്ച ഈ ക്യാമ്പിനുള്ളിൽ കഴിയുന്ന ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളോട് പറയുകയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ. ഇതുവരെ ഞങ്ങൾക്ക് ഒരു പൈസ പോലും തന്നിട്ടില്ല. ഞങ്ങൾ 4ാമത്തെ ദിവസമാണ് ക്യാമ്പിൽ കഴിയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി തൊഴിലിന് പോകാൻ കഴിഞ്ഞില്ല. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ ഇറക്കിക്കൊണ്ടുവരികയായിരുന്നു വീടുകളിൽ നിന്നും. അതുകൊണ്ട് തന്നെ തൊഴിലിനൊന്നും പോകാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം അവർ ഞങ്ങളോട് പറയുമ്പോഴും പങ്കുവെക്കുമ്പോഴുമാണ് ഈ UDFന്റെ പ്രതിനിധികൾ ഇറങ്ങി വന്ന് വലിയ പ്രശ്നങ്ങളിലേക്ക് പിന്നീട് കാര്യങ്ങൾ പോയത്. എന്തായാലും ക്യാമ്പുകളിൽ ഇവരെ അടിച്ചമർത്തുന്ന ഒരവസ്ഥയാണ്. കാര്യങ്ങൾ പോലും സാഹചര്യം വിശദീകരിക്കാൻ പോലും UDF സർക്കാർ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള ക്രൂരമായ നിലപാട് തുടരുകയാണ്. അതേസമയം അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പുറം ലോകത്ത് എത്തിക്കുന്ന മാധ്യമങ്ങളോടക്കം ആക്രോശിക്കുന്ന ഒരു സമീപനമാണ് ജനപ്രതിനിധികളുടെ ഭാഗത്ത് അടക്കമുണ്ടായത്. PV ജോഷിലെയാണ് വിവരങ്ങളുമായി ചേർന്നത്.